ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എഗ്ഗൊന്നും ചേർക്കുന്നില്ല. എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രം റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഇതാ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് റൗണ്ടിൽ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓയിലില്ലേ, ഓയിൽ ജസ്റ്റ് ഒന്ന് പാത്രത്തിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കുക. എന്നിട്ട് മേലെ നമ്മൾ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലും കൂടി നന്നായിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദപ്പൊടി വിതറിയാൽ നന്നായിരിക്കും. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അതിലോട്ട് 1 കപ്പ് 250 ml 1 കപ്പ് പഞ്ചസാര എടുക്കുക. എന്നിട്ട് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണ്ടത് ഒരു 1/4 കപ്പ് ഓയിലാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതേ 250 ml 1 കപ്പ് പാലാണ് വേണ്ടത്, അതും ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൈദ വേണം. അപ്പം ഇത് ഞാൻ അരിച്ചു വെച്ചതാണ് കേട്ടോ, അരിപ്പയിൽ. അപ്പോൾ ഒരു 1/4 കപ്പ് മൈദ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നമ്മളെ ബേക്കിംഗ് പൗഡറില്ലേ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 പിഞ്ച് ഉപ്പും, ഇതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടകളൊക്കെ പോയിട്ട് നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ നമ്മളെ വിനാഗിരിയില്ലേ, വിനാഗിരിയിലേക്ക് അല്ലെങ്കിൽ നാരങ്ങ നീര്, ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇല്ലേ, നമ്മൾ അപ്പക്കാരം, അത് ചേർത്തിട്ട് ഇതാ ഈ ബാറ്ററിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കൊക്കോ പൗഡർ വേണം. അതായത് മാർബിൾ കേക്കല്ലേ, അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിതാ നമ്മളെ പകുതി ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, എന്നാലേ കുറച്ച് ലൂസായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ആദ്യം തന്നെ ഞാൻ ഓരോ ഇതിലും 1 ടേബിൾ സ്പൂണിൻ്റെ ഞാൻ അളവിൻ്റെ സ്പൂണാണ് എടുത്ത് വെച്ചത്, കുറച്ച് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ വൈറ്റ് ഒഴിച്ചു, പിന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒഴിച്ചു. അങ്ങനെ ഓരോന്നും മാറി മാറി ഒഴിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. സെൻറ്ററിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിങ്ങനത്തെ ഒരു കോലോ എന്തെങ്കിലും എടുത്തിട്ട് സെൻറ്ററിലോട്ട് ഇങ്ങനെ 4 ഭാഗത്തുനിന്നും ഇങ്ങനെ വരച്ചു കൊടുക്കാം. നല്ല ഉള്ളിലോട്ട് തട്ടിച്ചിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിപ്പോൾ പുറമേന്ന് ഉള്ളിലോട്ടല്ലേ, ഇനി അതിൻ്റെ സെൻറ്ററിലൂടെ ഉള്ളിന്നും പുറമോട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വേറൊരു ഡിസൈനായി കിട്ടും. അപ്പം ഏകദേശം നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഞാനൊരു നമ്മളെ ദോശക്കല്ലില്ലേ അതിൻ്റെ മുകളിലാണ് വെക്കുന്നത്, ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹോൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഒരു പേപ്പർ വെച്ചിട്ട്. അപ്പോൾ ഇനി ഇതൊരു 35 മിനിറ്റ് ഇങ്ങനെ വെക്കണം, ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ദോശക്കല്ല് എന്തെങ്കിലും പാനോ എന്തിനെങ്കിലും മുകളിൽ വെച്ചാൽ മതി. അപ്പം 35 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. നമ്മളിങ്ങനെ എന്തെങ്കിലും ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അടിയിൽ പറ്റി പിടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം നല്ല സോഫ്റ്റാണ് ഇത്, നല്ലൊരു പഞ്ഞി പോലെ ഉണ്ട്, നല്ല കഴിക്കാനൊക്കെ നല്ല രസമുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.